ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ഥിരമായി നേരിടുന്ന ഒരു പ്രശ്നമാണ് രാത്രിയിൽ എന്ത് കഴിക്കുമെന്നത്. വണ്ണം വെക്കാതിരിക്കാനായിട്ട് രാത്രി പട്ടിണി കിടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. ഇനി മുതൽ നിങ്ങൾ പട്ടിണിക്കൊന്നും കിടക്കണ്ട. ഇതുപോലെ സാലഡ് ഉണ്ടാക്കി വൈകിട്ട് കഴിച്ചാൽ മതി. വണ്ണവും വെക്കത്തില്ല, വയറും നിറയും. ആരോഗ്യവും രുചിയും ഒന്നിച്ച് ഒരു പ്ലേറ്റിലെത്തിക്കുന്ന ഒരു വെറൈറ്റി സാലഡാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സാലഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ്, ഒരു സവാള, ഒരു തക്കാളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളിതൊന്ന് കഴുകി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ എല്ലാം അരിഞ്ഞെടുത്തു. കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് ആദ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സാലഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ധാരാളം നാരുകളും വെള്ളവും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. കണ്ണിന് ചുറ്റുമുള്ള ആ കറുപ്പൊക്കെ ഉണ്ടല്ലോ മാറാനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനായിട്ട് ക്യാരറ്റ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ സവാളയും തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതല്ലേ, അതുകൊണ്ട് പെട്ടെന്നാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് കുതിർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെള്ളക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീനും ഇറച്ചിയൊക്കെ കഴിക്കാത്തവർക്ക് ധാരാളം പ്രോട്ടീൻ കിട്ടാനായിട്ട് ഈ വെള്ളക്കടല നന്നായിട്ട് സഹായിക്കും. ഒരുപാടങ്ങ് കഴിക്കേണ്ട, മിതമായ അളവിൽ കുറച്ച് മാത്രം ദിവസം കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് എരിവൊക്കെ വേണ്ടേ നമ്മുടെ ഈ സാലഡിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചതച്ച മുളക്, ചുമന്ന മുളകുണ്ടല്ലോ, അതൊന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് എരിവില്ല. ഇത് കാശ്മീരി മുളകുണ്ടല്ലോ, അതൊന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. എരിവ് നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ ആ നീര് എടുത്തിട്ടുള്ള, ഒരുപാട് വേണ്ട, കുറച്ച് പുളിപ്പ് കിട്ടണം അതിന് വേണ്ടിയിട്ട്. ഇനി ഒരല്പം തേൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് സാലഡിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഞാനൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒലിവ് ഓയിലിൻ്റെ സ്പ്രേ കേട്ടോ, നമ്മൾ എണ്ണ പോലെ ഒഴിച്ചു കൊടുക്കുന്നതല്ല, ഇത് സ്പ്രേ ചെയ്യുന്നതാണ്. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം ഉണ്ടല്ലോ ഉരുക്ക് വെളിച്ചെണ്ണ ഇല്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി. 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൗളിൻ്റെ സൈഡിലൊക്കെ എണ്ണ പോലെ കണ്ടോ, അതാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത്. നന്നായിട്ട് എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കിട്ടിയിട്ടില്ല. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്, വളരെ ഹെൽത്തിയുമാണ് ഈ ഒരു സാലഡ്. ഒരല്പം എരിവും പുളിയൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സാലഡിനകത്ത്. വേണമെങ്കിൽ കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മധുരം കൂടി കിട്ടും. ഞാനിവിടെ ഹണി ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. മിക്ക ആൾക്കാരും വൈകിട്ട് പട്ടിണി കിടക്കുമല്ലേ, വണ്ണം വെക്കുമോ എന്ന് പേടിച്ചിട്ട്. ഇനിയും പട്ടിണിയൊന്നും കിടക്കണ്ട. ചോറിന് പകരം അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പകരമായിട്ട് ഇതുപോലെ സാലഡ് ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഈ ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൂട്ടി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് വൈകിട്ട് ചോറിന് പകരം ഇത് കഴിച്ചാൽ മതി. ഒട്ടും വിശക്കത്തില്ല. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരല്പം കൂടുതലുണ്ട്. ഒരാൾക്കല്ല, 2 പേർക്ക് സുഖമായിട്ട് വൈകിട്ട് കഴിക്കാൻ പറ്റിയ അളവിലാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹെൽത്തി സാലഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ. കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ ഹെൽത്തി സാലഡ് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതേലൊന്ന് കഴിച്ചാൽ മതി, വൈകിട്ട് വയറും നിറയും ആരോഗ്യവും കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇന്ന് ഇത്രയും ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്